നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലൊരു ജീവിയെ കണ്ടിട്ടുണ്ടോ? ഇലക്ട്രിക് ഷോക്കടിച്ച് ജീവജാലങ്ങളെ കൊന്നുഭക്ഷിക്കുന്ന പ്രകൃതിയിലെ അത്ഭുത ജീവി. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ മാത്രമല്ല ഇവ ആക്രമിക്കുന്നത്, ചിലപ്പോൾ മനുഷ്യനെ പോലും ആക്രമിച്ച് കൊല്ലപ്പെടുത്താൻ ഇവയ്ക്ക് സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇലക്ട്രിക് ഈലുകളെ കുറിച്ച് പറയുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന അനേകം വീഡിയോകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതി അതിൻ്റെ ഇരയെ പിടിക്കുന്നതിന് സവിശേഷമായ ഒരു കഴിവ് നൽകിയിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നിയേക്കാം, ഇലക്ട്രിക് ഈൽ എന്നറിയപ്പെടുന്ന ഈ മീനുകൾ വൈദ്യുതി ഉപയോഗിച്ചാണ് ഇരകളെ പിടിക്കുന്നത്. ഒരു മനുഷ്യനെ അപായപ്പെടുത്തുവാൻ ആവശ്യമായ വൈദ്യുതി വരെ ഇവയുടെ ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. മനുഷ്യൻ വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മീൻ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നു. മനുഷ്യ ശരീരത്തിലേക്ക് വൈദ്യുതി കടത്തിവിട്ട് ഹൃദയാഘാതം ഉണ്ടാക്കുവാൻ ഈ മീനിന് സാധിക്കും. ഈ മീനിന്റെ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് ബൾബുകൾ വരെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മീനുമായി കുറച്ച് അകന്നു നിൽക്കുന്നതാണ് നമ്മൾക്ക് എല്ലാവർക്കും നല്ലത്. ഇനി നമുക്ക് ഇവയുടെ ശരീരത്തിൽ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് നോക്കാം. ശരീരത്തിലെ 3 പ്രധാന അവയവങ്ങൾ ഉപയോഗിച്ചാണ് ഇവ ശരീരത്തിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇതിൽ ഇലക്ട്രോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്ന 6000-ഓളം സവിശേഷമായ കോശങ്ങളാണ് പ്രധാനമായും ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇവയെ സഹായിക്കുന്നത്. 3 തരം ഇലക്ട്രിക് ഈലുകളാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഷോക്കടിപ്പിക്കുവാൻ കഴിവ് ഉള്ളതുകൊണ്ട് തന്നെ ഇവ ചിലപ്പോൾ കരയിലൂടെ അടുത്ത തോടുകളിലേക്കും വന്നേക്കാം. ഇവിടെ ഈ പട്ടി ഈ മീനിനെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഷോക്കേറ്റ് പട്ടി മീനിനെ അവിടെ ഇട്ടേറ്റ് ഓടുകയാണ് ഉണ്ടായത്. വെള്ളത്തിലെ വലിയ മുതലകളെ പോലും ഷോക്കടിപ്പിച്ച് കൊല്ലുവാൻ ഈ ജീവിക്ക് നിഷ്പ്രയാസം സാധിക്കും. മനുഷ്യനെ പോലും കടിച്ച് കൊല്ലുന്ന മുതലകളെ പോലും ഇവ ഈസിയായി കീഴ്പ്പെടുത്തുന്നു. മനുഷ്യനെ മാത്രമല്ല, പട്ടികളെയും മുതലകളെയും എല്ലാം ഇവയ്ക്ക് നിഷ്പ്രയാസം ഈ ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവയെ പിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു സംഭവം തന്നെയാണ്. ജലാശയങ്ങളിൽ കാണപ്പെടുന്ന വളരെ കട്ടിയുള്ള തോടോടുകൂടിയ മുതലകളെ പോലും വളരെ വേഗത്തിൽ ഷോക്കടിപ്പിച്ച് കൊല്ലുവാൻ ഇവയ്ക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞത് വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ ഇതാ കണ്ടു നോക്കൂ. ഇലക്ട്രിക് ഈൽ എത്ര വേഗത്തിലാണ് ഈ മുതലയെ ഷോക്കടിപ്പിച്ച് കൊല്ലുന്നതെന്ന്. മനുഷ്യന് ഷോക്കടിക്കുമ്പോൾ കിടന്ന് വിറയ്ക്കുന്നത് പോലെയാണ് ഈ മുതലയും കിടന്ന് വിറച്ച് മരിച്ചു പോകുന്നത്. കാഴ്ച വളരെ കുറവായതിനാൽ തന്നെ ഇരകളെ കണ്ടെത്തുക എന്നുള്ളത് ഇവയ്ക്ക് പ്രയാസമാണ്. അതിനാൽ ഇവ ഇലക്ട്രിക്കൽ വേവ്സ് ഉപയോഗിച്ചാണ് തങ്ങളുടെ ഇരകളെ കണ്ടെത്തുന്നത്. ഒറ്റ നോട്ടത്തിൽ നീളം കുറഞ്ഞ പാമ്പുകളെ പോലെ തോന്നും എങ്കിലും യഥാർത്ഥത്തിൽ മത്സ്യങ്ങൾ തന്നെയാണ് ഇവ. അക്വേറിയത്തിൽ വളരുന്ന ഈ ഇലക്ട്രിക് ഈൽ എത്ര വേഗത്തിലാണ് ഈ മീനിനെ ഭക്ഷിക്കുന്നതെന്ന് നോക്കൂ. മറ്റു മീനുകളെ കൊല്ലുന്നതിന് വേണ്ടി ഷോക്ക് പുറപ്പെടുവിക്കുമ്പോൾ ഇവയ്ക്ക് ഇത് ഏൽക്കുകയില്ലേ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം. വളരെ പ്രത്യേകതയുള്ള തൊലിയും അതിന് ഉള്ളിൽ കാണപ്പെടുന്ന കോശങ്ങളും ഉള്ളതിനാൽ ഇവയുടെ ഷോക്ക് ഒരിക്കലും ഇവയ്ക്ക് തന്നെ ഏൽക്കുകയില്ല. ജലാശയങ്ങളുടെ അടിത്തട്ടിൽ തന്നെയാണ് ഇവ കൂടുതലായി വസിക്കുന്നത്. ഒരു വലിയ ഇലക്ട്രിക് ഈലിന് ഏകദേശം 600 വോൾട്ട് കറണ്ട് വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആമസോൺ നദീതീരങ്ങളിൽ കാണപ്പെടുന്ന ഇലക്ട്രോഫോറസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് കണ്ടിട്ട് ശാസ്ത്രജ്ഞന്മാർ വരെ അതിശയിച്ചു പോയി. ഏകദേശം 860 വാൾട്ട് കറണ്ട് വരെ ഇവയ്ക്ക് ഒരു പ്രാവശ്യം പുറപ്പെടുവിക്കാൻ സാധിക്കും. 2.5 മീറ്റർ വരെ നീളം വയ്ക്കുന്ന ഈ മീനുകൾക്ക് ഏകദേശം 20 കിലോ തൂക്കത്തോളം വരാറുണ്ട്. 10 മുതൽ 12 വയസ്സ് വരെയാണ് ഇവയുടെ ശരാശരി ആയുസ് എന്ന് പറയപ്പെടുന്നത്. ഒരു ഇലക്ട്രിക് ഈൽ പുറപ്പെടുവിക്കുന്ന കറണ്ട് ചിലപ്പോൾ ഒരു മനുഷ്യനെ ഷോക്കടിപ്പിക്കാൻ മാത്രമേ സാധിച്ചു എന്ന് വരികയുള്ളൂ.
പക്ഷേ ഒന്നിലധികം ഇലക്ട്രിക് ഈലുകളാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നതെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കരണ്ട് ചിലപ്പോൾ മനുഷ്യന് താങ്ങാവുന്നതിലും അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജീവഹാനി വരെ സംഭവിച്ചേക്കാം. മീനിന് ചുറ്റും ഇതുപോലെ ഒരു ഇലക്ട്രിക് വേവ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറുമീനുകളോ മറ്റു ജീവജാലങ്ങളോ അടുത്തു വരുമ്പോൾ ഇവയ്ക്ക് നിഷ്പ്രയാസം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ ആക്രമിച്ച് ഭക്ഷിക്കുവാൻ സാധിക്കും. ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിച്ച് കൊന്ന ശേഷം ഇവ ആഹാരമാക്കുന്നു. നദിക്കടിയിൽ കാണപ്പെടുന്ന നക്ഷത്ര മീനുകളെയും മറ്റു ജീവജാലങ്ങളെയും എല്ലാം ഇവ ഭക്ഷിക്കും. ബ്രൗൺ, ഗ്രേ, ഓറഞ്ച് നിറങ്ങളിലുള്ള ഇലക്ട്രിക് ഈലുകൾ കാണപ്പെടാറുണ്ട്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഈ മീനിനെ കാണുകയാണെങ്കിൽ നീങ്ങി നിൽക്കാൻ ശ്രദ്ധിക്കണം. കാരണം അറിവുള്ള ഒരാളും ഈ മീനിനെ തൊടുകയില്ല. അത് ചിലപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു കമ്പിയിൽ പിടിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഈ മീൻ 2 or 3 വീട്ടിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിലെ ബൾബുകളെല്ലാം കത്തിക്കാമായിരുന്നു എന്ന്. എന്നാൽ ഇലക്ട്രിക് ഈലുകൾ എല്ലാ സമയങ്ങളിലും അവയുടെ ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇരയെ ആക്രമിക്കേണ്ടി വരുമ്പോഴോ ശത്രുക്കളെ ആക്രമിക്കേണ്ടി വരുമ്പോഴോ മാത്രമാണ് ഇവ സ്വന്തം ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ചെറിയ സ്രാവുകളെ പോലും ഇവ വളരെ വേഗത്തിൽ ഷോക്കടിപ്പിച്ച് കൊന്ന് ഭക്ഷിക്കുന്നു. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്. ആദ്യമായിട്ടാണോ ഇത്ര വിശദമായി ഇലക്ട്രിക് ഈലിനെ കുറിച്ച് അറിയുന്നത്? എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുവാൻ പ്രകൃതി നൽകിയ ഈ കഴിവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പുരാതന കാലം മുതൽ തന്നെ മീൻപിടുത്തക്കാർക്ക് ഇവയെക്കുറിച്ച് നല്ല അറിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ സൂക്ഷിച്ചാണ് ഇവയെ പിടിച്ചിരുന്നത്. പെൺമത്സ്യങ്ങൾക്ക് ഒരേ സമയം 17,000 മുട്ട വരെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ആൺമത്സ്യങ്ങളും പെൺമത്സ്യങ്ങളും ചേർന്നാണ് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത്. മീൻപിടുത്തം ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ നിങ്ങൾക്ക് പരിചയമല്ലാത്ത നദികളിലോ ജലാശയങ്ങളിലോ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള മീനുകൾ ഉണ്ടാകുമെന്ന് ഒരു ശ്രദ്ധ നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അനേകം കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.